റീപ് ഗുഡ്നെസ് എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, നട്ടു നനക്കാം നന്മകൾ കൊയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ബേസിക് സയൻസിലെ ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും. ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്ററുമാണ്. ഇതിന് മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങളെന്നും എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്നും നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ഫാമേഴ്സ് ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. ലെറ്റ്സ് ജോയിൻ ഹാൻഡ്സ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ഫാമേഴ്സ്. കർഷകരുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ കാർഷിക കേരളത്തിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൈകോർക്കാം എന്നാണ് പറയുന്നത്. ഇനി ഇതിന് താഴെ നോക്കൂ. ഹാവ് യു നോട്ടീസ് ദ ഡിലിഗന്റ് സ്റ്റുഡൻറ് ഹു ഈസ് റിസീവിംഗ് ദ കർഷക പ്രതിഭ അവാർഡ് ഫോർ ബീയിങ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഫാമർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി വെജിറ്റബിൾസ് അറ്റ് ലോ കോസ്റ്റ്. അഥവാ ലോ കോസ്റ്റിൽ നന്നായിട്ട് പച്ചക്കറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുവ കർഷകനാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. നിങ്ങൾ കണ്ടു അല്ലേ. Then, what do the government aim in giving away such awards to children? അപ്പോൾ ഇത്തരത്തിലുള്ള പുരസ്കാരമൊക്കെ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ എന്താണ് സർക്കാരിന്റെ എയിം എന്ന് പറയുന്നത്? എന്താണ്? The government likely aims to encourage young people's involvement and achievements in agriculture, promoting interest and innovation in this സെക്ടർ. അഥവാ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള യങ് പീപ്പിൾസിനെയൊക്കെ എൻകറേജ് ചെയ്യിക്കുക, അതുപോലെ തന്നെ അവരുടെ ഇൻവോൾവ്മെന്റിനെയും അച്ചീവ്മെന്റ്സിനെയും ഒക്കെ എൻകറേജ് ചെയ്യുക ഈ അഗ്രികൾച്ചറിലുള്ള. അതുപോലെ തന്നെ പുതിയ ഇന്നോവേഷൻസിനെയും ഇൻട്രസ്റ്റിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഡു യു നോ എനിവൺ ഹു ഹാസ് അച്ചീവ്ഡ് സിമിലർ സക്സസ് ഇൻ അഗ്രികൾച്ചർ? വാട്ട് ആക്ടിവിറ്റി ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ മെയ്ഡ് ദം നോട്ടബിൾ? അപ്പോൾ കൃഷിയിൽ ഇതേപോലെ തന്നെ ഒരു നേട്ടം കൈവരിച്ച അച്ചീവ്മെന്റ് ഉണ്ടായ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? അല്ലെങ്കിൽ അവർ കാർഷിക മേഖലയിലെ ഏത് സെക്ടറിനാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിന് അർഹമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും നിങ്ങളവിടെ കൊടുക്കുക, ഏത് സെക്ടറിലാണെന്നും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. Let us take a look at a portion of the report submitted by this student farmer to the award selection committee. Read the given excerpt of the report. അപ്പോൾ ഈ വിദ്യാർത്ഥി കർഷകന്റെ ഒരു അനുഭവക്കുറിപ്പിലെ കുറച്ച് ഭാഗമാണ് താഴെ തന്നിട്ടുള്ളത്. അതൊന്ന് വായിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. I am a student of class 8. My family consists of my father, mother and a sister. We have our own house and a 15 cents of land. My father is a small scale businessman. അപ്പം എന്താണ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉണ്ട്. അതുപോലെ തന്നെ ഒരു 15 സെന്റ് മാത്രമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറുകിട വ്യാപാരിയാണെന്നാണ് പറയുന്നത്. ഐ ബിക്കേം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിംഗ് when I visited a farm as part of my school activities. Then I gathered more information by contacting experts in the field of agriculture. Considering the space constraint, I made a precise plant and started farming. I mainly cultivate beans, bitter gourd, brinjal, ladyfinger, ivy gourd, mint, spinach, green chilli and tomato. അപ്പം എന്താണ് പറയുന്നത്, ഞങ്ങളുടെ സ്കൂളിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ എന്ത് ചെയ്തു, ഒരു കൃഷിത്തോട്ടം സന്ദർശിച്ചു. അപ്പം അതോട് കൂടിയിട്ടാണ് ആ കുട്ടിക്ക് എന്തുണ്ടായത്, കൃഷിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. തുടർന്ന് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് എന്താണ് സംശയങ്ങളൊക്കെ ശേഖരിക്കും, അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്തു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയായിട്ടാണ് കൃഷി ആരംഭിച്ചത്. പ്രധാനമായിട്ടും പയറ്, കോവക്ക, വഴുതന, വെണ്ട, കോവല്, പുതിന, ചീര, പച്ചമുളക്, തക്കാളി എന്നിവയ്ക്കായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ മീറ്റിംഗ് മൈ ഹൗസ് ഹോൾഡ് നീഡ്സ് വി ക്യാൻ ഓൾസോ സെൽ ദ വെജിറ്റബിൾസ് ആൻഡ് ത്രൂ ദിസ് വി ക്യാൻ ഏൺ അബൌട്ട് 2000 rupees per week. അങ്ങനെ ഞങ്ങളെ വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടും 2000 രൂപക്കൊക്കെ സാധനങ്ങൾ ഞങ്ങൾ വിറ്റിരുന്നു. ഐ ഹാവ് ബീൻ റിസീവിംഗ് അൺവേവറിംഗ് സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഫ്രം ദ അഗ്രികൾച്ചർ ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. റീസെന്റ് ഐ ഹാവ് ഓൾസോ ബീൻ യൂട്ടിലൈസിംഗ് സം ഓൺലൈൻ സർവീസസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയിൽ നിന്നും കൃഷി സഹകരണ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവസാനമായപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഓൺലൈൻ സർവീസും കൂടെ നോക്കി, ഓൺലൈനിലൂടെ സാധനങ്ങളൊക്കെ വിൽക്കാനും തുടങ്ങി എന്നാണ് പറയുന്നത്. Then, aren't you happy on hearing about our friend's success story? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിയായി, നമുക്കൊരു എനർജി ഒക്കെ കിട്ടിയല്ലേ, നമുക്ക് ഇത്തരത്തിലുള്ള കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി.
that there are many individuals in our state who have received a success in the field of agriculture. Prepare a note by examining the newspaper report based on the indicators. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു അഗ്രികൾച്ചറിന്റെ മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് വിജയം കൈവരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളും സൂചകങ്ങളൊക്കെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവക്കുറിപ്പ്, എക്സ്പീരിയൻസ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ കൂടെ നിങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് വൺ, സ്കൂൾ സ്റ്റുഡൻറ് സീക്സ് പേറ്റന്റ് ഓഫ് ടാപ്പിയോക്കോ ഹാർവെസ്റ്റർ. എന്താണ്? ടാപ്പിയോ പ്ലക്കർ പേറ്റന്റ് കിട്ടിയ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എ സ്കൂൾ സ്റ്റുഡൻറ് ഹാസ് garnered media attention for developing a simple machine for harvesting tapioca. Then this little scientist has applied for a patent for his invention. അഥവാ ഈ ടാപ്പിയോക്ക വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ തന്നെ വികസിപ്പിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥി മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു ലിറ്റിൽ സയന്റിസ്റ്റ്. നെക്സ്റ്റ് വൺ, സക്സസ് ഇൻ ബനാന ലീഫ് എന്നുള്ളതാണ്. വാഴയിൽ നിന്നുള്ള സക്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എടപ്പാൾ, ഇൻസ്റ്റന്റ് ഓഫ് ബനാന ബഞ്ചസ്, എ യങ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമർ ഫ്രം എടപ്പാൾ has scripted a new success story through the marketing of banana leaves. The idea struck when banana bunches were selling at a low price, promoting him to think, what if I sell banana leaves instead? എന്താ പറയുന്നത്? ഈ വാഴക്കുലകൾക്ക് പകരം വിപണിയിലൂടെ ഒരു പുതിയ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരാൾ തന്നെയാണിത്. അയാൾ എന്താണ്? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു യുവ കർഷകനാണ്. വാഴക്കുല